എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ തുളസീദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. രവിയും മുകേഷും പങ്കാളികളായ MR എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അന്ന് സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു. കൊച്ചിയിലുള്ള ഒരു സീഫുഡ് കമ്പനി 8 വർഷമായി കൈയടക്കി വെച്ച ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ച ദിവസം. സന്ധ്യയ്ക്ക് ഹോട്ടൽ ചാണക്യയിൽ മുകേഷും രവിയും മാനേജർ കുമാറിനെയും കൂട്ടി ആഹ്ലാദം പങ്കുവയ്ക്കാൻ പോയി. സ്കോച്ച് വിസ്കിയും എരിവുള്ള ഇറച്ചി കഷ്ണങ്ങളുമായി സല്ലപിച്ച് അവർ സന്തോഷം കൊണ്ടാടി. ആ സമയം 2 പേർ അടുത്ത മുറിയിലേക്ക് കയറുന്നത് രവി കണ്ടു. തലച്ചോറിൽ ലഹരി പടർന്നതിനാൽ ഓർമ്മിച്ചെടുക്കാൻ പ്രയാസം തോന്നി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിറച്ച ഗ്ലാസുമായി അതിലൊരാൾ മുറിയിലേക്ക് വന്നു. വഷളൻ ചിരിയോടെ അയാൾ രവിയെ വിഷ് ചെയ്തു. ഹലോ രവി, കണ്ടു കണ്ടു കണ്ടില്ല, അയാൾ ഈണത്തിൽ പാടി. മുകേഷ് ആഗതന വെറുപ്പോടെ നോക്കി. ഞാൻ കരുണൻ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. രവിക്ക് പെട്ടെന്ന് ആളിനെ മനസ്സിലായി. ആ, ഞാനിപ്പോൾ ഓർക്കുന്നു, അന്ന് ആക്സിഡൻറ്റിൽ. അതേന്ന്. കരുണൻ ഗ്ലാസ് മേശയിൽ വെച്ചിട്ട് കസേരയിൽ വന്നിരുന്നു. അയാളുടെ കടന്നുവരവും സംഭാഷണവും മര്യാദ കെട്ടതാണെന്ന് മുകേഷിന് തോന്നി. കാലെങ്ങനെ, സുഖമായോ? രവി ലോഹ്യം ഭാവിച്ചു. ഓ, അത് പഴയ മട്ടിലായില്ലേ. ബുള്ളറ്റിലാ ഞാൻ വന്നത്. കരുണനെ കിടത്തിക്കളയാൻ ഉടയ തമ്പുരാനും കഴിയില്ല എന്ന് കാണിച്ചു കൊടുത്തില്ലേ. വല്ലപ്പോഴും ഒന്ന് വീഴണം, എന്നാലേ എഴുന്നേൽക്കാനൊരു സുഖം വരൂ. പക്ഷേ ഈ വീഴ്ചയിൽ ഒരുപാട് നഷ്ടമുണ്ടായി. കരുണന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അയാൾ ഗ്ലാസ്സിലിരുന്ന മദ്യമെടുത്ത് കഴിച്ചു. അന്ന് ഞാൻ ആക്സിഡന്റിൽ പെടാനുള്ള കാരണം എന്താണെന്ന് രവിക്കറിയോ? നിങ്ങൾ പിഷാരത്ത് വരുന്നതറിഞ്ഞ് സംഭവം അലമ്പാക്കാനാ ഞാൻ പാഞ്ഞു വന്നത്. അതുവരെ അസഹ്യത ഭാവിച്ചിരുന്ന മുകേഷ് പെട്ടെന്നുണർന്നു. കരുണന്റെ സംഭാഷണത്തിൽ എന്തൊക്കെയോ ദുസ്സൂചനകളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. രവി എൻ്റെ മുന്നിൽ കയറി നിന്നില്ലാച്ച സേതുലക്ഷ്മി എൻ്റെ കൂടെ ജീവിച്ചേനെ. കരുണന്റെ വാക്ക് കേട്ട് രവി നടുങ്ങിപ്പോയി. മുകേഷും കുമാറും മുഖാമുഖം നോക്കി. രവി മുന്നിലിരുന്ന ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി വെച്ചു. എൻ്റെ മുറപ്പെണ്ണ അവൾ. എനിക്കവളെ കെട്ടിച്ചു തരാമെന്ന് പണ്ടേ കിഴവൻ വാക്ക് പറഞ്ഞതാ. നാട്ടിലുള്ള എല്ലാവർക്കും അത് അറിയാമായിരുന്നു. കരുണന്റെ ശബ്ദത്തിന് കനം വെച്ചു. എൻ്റെ കാശുകൊണ്ടാ അവൾ പഠിച്ചത്. പണം സമയാസമയം വന്ന് കൈനീട്ടി വാങ്ങാൻ കിഴവനൊരു മടിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ തനിച്ച, തന്തയും തള്ളയും ഇല്ലാഞ്ഞിട്ടാ അമ്മാവനെ കാര്യായി നോക്കിയത്. ഒടുവിൽ എന്താ, പണ്ടാരോണ്ടോ പറഞ്ഞ മട്ടായി മണ്ണും ചാരി നിന്നവൻ. കരുണൻ തമാശ പറയും മട്ടിൽ ചിരിച്ചു കളഞ്ഞു. രവി ഇരുന്ന് വീർപ്പുമുട്ടി. അപ്പോൾ കരുണന്റെ ഒച്ച തീപ്പൊള്ളലായി ഉയർന്നു. കാശ് തീരുമ്പോ കിഴവൻ മോളെ പറഞ്ഞങ്ങോട്ടയക്കും. കുറച്ചൊന്നുമല്ല എന്നെ പിടുങ്ങിയത്. ആ പോട്ടെ, അയാൾ സമാശ്വസിച്ചു. മുഖമടച്ചടി കിട്ടിയതുപോലെ രവിക്ക് തോന്നി. മുകേഷിന്റെ മാത്രമല്ല, തൻ്റെ കമ്പനി മാനേജറുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം ഭാര്യയുടെ മാഹാത്മ്യം മറ്റൊരാൾ വിളമ്പുന്നത്. അയാളുടെ ശരീരം കനൽ പോലെ എരിഞ്ഞു. കരുണേട്ടാ, വാതിൽക്കൽ നിന്ന് ദാസം വിളിച്ചു. ഓ, നിന്റെ കാര്യം ഞാൻ മറന്നു. ഞങ്ങൾ ബന്ധുക്കൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. കരുണൻ ഗ്ലാസും എടുത്തെഴുന്നേറ്റു. ഇനിയുമുണ്ട് കഥകൾ. ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അതൊക്കെ പച്ചയ്ക്ക് പറയുക? ഒരു ദിവസം രവി മേച്ചേരിയിലോട്ട് വാ. ഭാര്യയുടെ അറിയാ കഥകൾ ഈ കരുണം പറഞ്ഞു തരാം. രവിയുടെ അടുത്ത് വന്ന് കരുണൻ അറിയിച്ചു. ചാടി എഴുന്നേറ്റ് കരുണന്റെ ചെകിടടിച്ച് തകർക്കാനാണ് രവിക്ക് തോന്നിയത്. പക്ഷേ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് ചലിക്കാൻ കൂടി അയാൾക്ക് കഴിഞ്ഞില്ല. നമുക്ക് വീണ്ടും കാണണം. കരുണൻ ഇറങ്ങിപ്പോയി. രവി വീണ്ടും മദ്യം കഴിച്ചു. അയാൾ വിയർത്തൊഴുകാൻ തുടങ്ങി. നിന്റെ കാര്യം മഹാകഷ്ടം തന്നെ. ആ കിഴവൻ പറ്റിച്ചു. ദേ, ഇപ്പൊ കേട്ടില്ലേ എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? മുകേഷ് ആളിക്കത്തുന്ന തീയിൽ എണ്ണ പകർന്നു. രവി മദ്യക്കുപ്പി എടുത്തപ്പോൾ കുമാർ തടഞ്ഞു. വേണ്ട സർ,
ഇപ്പൊ തന്നെ അധികമായിരിക്കുന്നു. കരകയറാൻ കഴിയാത്ത പടുകുഴിയിലാ നീ ചെന്ന് വീണത്. അയാൾ പറഞ്ഞതിൽ നേരുണ്ടെന്ന് തോന്നുന്നു. പിഷാരടിയുടെ സ്വഭാവം വച്ച് നോക്കുമ്പോൾ അയാൾ അത് ചെയ്യും. നിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ അയാൾ കാല് മാറിയിട്ടുണ്ടാവും. മുകേഷ് സ്ഥാപിച്ചു. രവിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റപ്പോൾ വേച്ചു മേശപ്പുറത്തേക്ക് വീണുപോയി. ഗ്ലാസുകളും കുപ്പികളും ചിതറിത്തെറിച്ചു. കുമാർ അയാളെ താങ്ങിപ്പിടിച്ചുയർത്തി. കുമാർ, രവിയെ കൊണ്ടുവിട്, മുകേഷ് നിർദ്ദേശിച്ചു. രവിയെ കുമാർ പുറത്തേക്ക് കൊണ്ടുവന്നു. രവിയുടെ ബോധം അപ്പോഴും മറഞ്ഞിരുന്നില്ല. കരുണന്റെ വാക്കുകൾ ചാട്ടവാർ പോലെ ഹൃദയത്തിൽ പുളഞ്ഞുകൊണ്ടിരുന്നു. അറിയാൻ കഥകൾ ഇനിയുമുണ്ടത്രേ. രവി ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ തുനിഞ്ഞപ്പോൾ കുമാർ പറഞ്ഞു, ഞാൻ കൊണ്ടുവിടാം സാർ. എന്തിന്? നീ പൊയ്ക്കോ. രവി എതിർപ്പ് പ്രകടിപ്പിച്ചു. രവി കാറിൽ കയറി. അയാൾ നന്ദിയത്തെത്തുമ്പോൾ രാത്രി 11 മണി കഴിഞ്ഞു. കാറിന്റെ ഇരമ്പൽ കേട്ടപ്പോൾ രാമൻകുട്ടിയാണ് വാതിൽ തുറന്നത്. നിലത്തുറയ്ക്കാത്ത കാലുകളുമായി രവി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ അകത്തേക്ക് വലിഞ്ഞു. രവി ബന്ധപ്പെട്ട് പൂമുഖത്തേക്ക് കയറി. ഉരുളൻ തൂണിൽ പിടിച്ച് കുറേ നേരം നിന്നു. കാലുകൾ വലിച്ചു വെച്ച് ഹാളിലേക്ക് നടന്നു. മുറിയുടെ വാതിൽക്കൽ സ്തബ്ധയായി സേതുലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു. രവി കത്തിയെരിഞ്ഞു. കണ്ണുകൾ ജ്വലിച്ചു. മാറി നിൽക്കടി. പരിസരം മറന്ന് അയാൾ കണ്ണു പൊട്ടുന്ന ഒരു ചീത്ത വിളിച്ചു. ആ ശബ്ദം ഹരി കേട്ടു. തന്നെ വലയം ചെയ്തിരിക്കുന്ന ഹിമയുടെ കരം പതുക്കെ മാറ്റിയിട്ട് അയാൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. രവിയുടെ അലർച്ച കേട്ടെങ്കിലും ഹിമ കണ്ണു തുറന്നില്ല. സേതുലക്ഷ്മി രവിയുടെ മുന്നിൽ നിന്ന് പിടഞ്ഞു മാറിയിരുന്നു. അയാൾ മുറിയിൽ കയറിയപ്പോൾ അവൾ ഭയപ്പാടോടെ ഒപ്പം ചെന്നു. ആരാടി കരുണൻ? രവി അട്ടഹസിച്ചു. തീയിൽ ചവിട്ടിയതുപോലെ സേതുലക്ഷ്മി തുള്ളിപ്പോയി. നീ നന്നായി ഞെട്ടിയല്ലോ. അവന്റെ പണം കൊണ്ടല്ലേടി നീയും നാണം കെട്ട കിഴവനും ജീവിച്ചത്. രവിയേട്ടാ, ഇല്ലാ വചനം പറയരുതേ, അവൾ വിതുമ്പലോടെ യാചിച്ചു. അവന്റെ മുന്നിൽ കൈനീട്ടി നിന്നത് നീ മറന്നൊടി. അവൾ ചെവി പൊത്തിപ്പിടിച്ചു. നുണ, നുണ, അവൾ വിളിച്ചു പറഞ്ഞു. രവിയേട്ടൻ വിശ്വസിക്കരുത്, അയാൾ ചതിയനാണ്. അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. ഇപ്പോ അച്ഛനും മോക്കും കരുണൻ ചതിയനായി. ആരാടി അവനെ ചതിച്ചത്? നിന്നെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവന്റെ കുറെ പണം നിന്റെ തന്ത കൈക്കലാക്കിയില്ലേ? അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നീ കേറി ഇറങ്ങിയില്ലേടി? രവി ഉറഞ്ഞു തുള്ളി. രവിയേട്ടാ, ഹരിതാത്തത് പറയരുത്. പാവങ്ങളാണെങ്കിലും അഭിമാനം ഞങ്ങൾക്കുമുണ്ട്. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ പരിഹസിച്ചു. കൊള്ളാം, വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലുണ്ടല്ലോടി. അഭിമാനം പോലും. അന്യന്റെ പൊന്നു വാങ്ങി അണിഞ്ഞവളല്ലേ നീ? അവന്റെ ചോറ് തിന്നല്ലേടി നിനക്ക് ഈ മേനിക്കൊഴുപ്പ് വന്നത്? അവനല്ലേടി നിന്റെ ശരീരത്തിൽ ആദ്യം കൈവച്ചത്? സേതുലക്ഷ്മി ഞെട്ടി വിറച്ചുപോയി. അവളിലെ സ്ത്രീ ഉണർന്നു. മുറിവേറ്റ പാമ്പിനെ പോലെ അവൾ ചീറി. എന്താ നിങ്ങൾ പറഞ്ഞത്? ഒന്നുകൂടെ പറയാമോ? എൻ്റെ മുഖത്ത് നോക്കി. അവൾക്ക് ഭ്രാന്ത് പിടിച്ച മട്ടായി. അധരങ്ങൾ പ്രകമ്പനം കൊണ്ടു. രവിയുടെ സംയമനം നഷ്ടപ്പെട്ടു. കൈ നിവർത്തി കർണത്തൊന്ന് പൊട്ടിച്ചു. എന്നിട്ടും കോപം തീരാഞ്ഞിട്ട് അവളുടെ മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ചലറി. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി? എൻ്റെ ഔദാര്യം കൊണ്ട് ഇവിടെ എച്ചിൽ തിന്ന് കിടക്കുന്ന നീ എന്നെ എന്ത് ചെയ്യുമെന്ന് പറയടി. രവി അവളുടെ മറുകവിളിൽ ഒരടി കൊടുത്തു. എന്നിട്ട് ചുഴറ്റി ചുമരിലേക്ക് എറിഞ്ഞു. ചെകിട് പറഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കാണെന്ന അവസ്ഥ. ഭിത്തിയിൽ തടഞ്ഞ് അവൾ നിലത്തേക്ക് ഊർന്നു വീണു. അടിയുടെ ഒച്ച കേട്ടപ്പോൾ ഹരി പിടഞ്ഞെഴുന്നേറ്റു. അയാളുടെ ശരീരം കിടുകിട വിറച്ചു. ഹിമ ഉറക്കമാണെന്ന് കണ്ടപ്പോൾ വാതിൽ തുറന്ന് അയാൾ ഹാളിലേക്ക് ഇറങ്ങി. അന്യന്റെ പൊന്നു വാങ്ങി മകളെ കെട്ടിച്ചു വിട്ട എരപ്പാളിയ നിന്റെ തന്ത. അയാൾ അനന്തരവന് മകളുടെ കിടപ്ര തുറന്നു കൊടുത്താലും അതിശയിക്കാനൊന്നുമില്ല. ചതിച്ചു, എന്നെ എല്ലാവരും ചതിച്ചു. രവി മുറയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ ഹാളിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഹരിയെ കണ്ടു. അപ്രതീക്ഷിതമായ ആ കണ്ടുമുട്ടലിൽ രണ്ടുപേരും പകച്ചു. നീ ഇവിടെ? എന്താ രവിയേട്ട ഇതൊക്കെ?
ഹരിയുടെ സ്വരം താണു. രവി ചോദ്യഭാവത്തിൽ ഹരിയെ തറപ്പിച്ചു നോക്കി. സേതുവിനെ അടിച്ചു അല്ലേ? അയാൾ നൊമ്പരത്തോടെ ആരാഞ്ഞു. രവി പൊട്ടിത്തെറിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? അവളെ അടിച്ചാൽ നിനക്ക് വേദനിക്കോ? നിന്റെ ആരാടാ അവൾ? ഹരി നടുങ്ങിപ്പോയി. മുറിയിൽ കിടന്ന ഹിമയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി എന്നെ കോമാളിയാക്കി. നിനക്ക് ഉപദേശിക്കാം. എല്ലാം തികഞ്ഞ കോടീശ്വര പുത്രിയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. രവിയുടെ വാക്കുകളിൽ അസൂയയും ഇച്ഛാഭംഗവും തുടിച്ചിരുന്നു. രവിയേട്ടാ, പതുക്കെ, ഹരി അപേക്ഷിച്ചു. ഹിമ കേൾക്കുമോ എന്നയാൾ ഭയന്നു. പക്ഷേ ഹിമ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഇങ്ങനെ നശിക്കരുത്. എനിക്ക് വിധി തന്നത് ആരാന്ന് നിനക്കറിയോ? നമ്മുടെ അമ്മ. ഒരിക്കലും ഒരു മകനോട് ചെയ്യാൻ പാടില്ലാത്തത് നമ്മുടെ അമ്മ എന്നോട് ചെയ്തു. എനിക്കിനി നിന്നോടിത് പറയാതിരിക്കാനാവില്ല. നാണക്കേട് കൊണ്ടാ ഇത്രയും കാലം ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വച്ചത്. രവിയുടെ സ്വരം ദുർബലമായി. അയാൾ കസേരയിൽ വന്ന് വീണു. രവിയേട്ടൻ പോയി കിടക്ക്, നമുക്ക് രാവിലെ സംസാരിക്കാം, ഹരി നിർബന്ധിച്ചു. പോരാ, നിനക്കെന്താ ഞാൻ പറയുന്നത് കേൾക്കാനൊരു മടി? ആ ചോദ്യം ഹരിയെ നിശബ്ദനാക്കി. അയാൾ അടുത്ത കസേരയിൽ വന്നിരുന്നു. ഹിമ വാതിലിന് പിന്നിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. വിവാഹ ദിവസം എൻ്റെ ഭാര്യ പൊന്നിൽ കുളിച്ച് കതിർമണ്ഡപത്തിൽ തിളങ്ങിയത് സകലരും കണ്ടതല്ലേ? ചതിയായിരുന്നടാ. രവി ഇരുന്ന് കിതച്ചു. സേതുലക്ഷ്മിയുടെ നേർത്തൊരു വിതുമ്പൽ ഹരിയുടെ ചെവിയിൽ വന്നലച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പരമനാറി മകൾക്ക് കൊടുത്ത പൊന്നിന്റെ കണക്കെത്രയെന്ന് കേൾക്കണ്ടേ? വെറും 15 പവൻ. 100 പവൻ നമ്മുടെ അമ്മ രഹസ്യമായി കൊണ്ടു കൊടുത്തതായിരുന്നു. ഹിമയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. എന്തൊക്കെയാണ് കേൾക്കുന്നത്? സേതുലക്ഷ്മിയുടെ ആഭരണങ്ങൾ അമ്മ കൊടുത്തതാണെന്നോ? ഒരു ചതിക്കും നിലനിൽപ്പില്ല. സത്യമെന്നായാലും പുറത്തു വരും. ഞാനതറിഞ്ഞു. ഇനി നീ പറ, അമ്മ എന്നോട് ചെയ്തത് മാപ്പർഹിക്കുന്ന തെറ്റാണോ? ഹരിക്ക് ശബ്ദിക്കാനായില്ല. വാക്കുകൾ അന്യമായ പോലെ അയാൾ മൂകനായിരുന്നതേയുള്ളൂ. കുറെ നേരം മിണ്ടാതെ ഇരുന്നിട്ട് രവി തുടർന്നു. അതൊക്കെ മറക്കാമെന്ന് വച്ചാലും നാളുകൾ ചെല്ലും തോറും കിഴവനെയും മോളെയും പറ്റി പുതിയ പുതിയ വാർത്തകളാ കേൾക്കുന്നത്. ഹരി പതർച്ചയോടെ രവിയെ നോക്കി. അവളുടെ മുറച്ചെറുക്കനെ ഞാൻ ഇന്ന് കണ്ടു. അവന്റെ ചെലവില പിഷാരത്ത് നിത്യവൃത്തി നടന്നു പോകുന്നത്. കരുണൻ പറഞ്ഞത് ഞാൻ എങ്ങനെ അവിശ്വസിക്കും? അന്യന്റെ പൊന്നു വാങ്ങി മകളെ കതിർമണ്ഡപത്തിൽ കയറ്റിയവനാ പിഷാരടി. അനന്തരവന്റെ സഹായം പറ്റില്ലെന്ന് പറയാൻ കഴിയോ? അവളെ പഠിപ്പിച്ചതും ഉണ്ണാനും ഉടുക്കാനും കൊടുത്തതും അവനാ, കരുണൻ. രവിയേട്ടൻ മുറിയിലേക്ക് ചെല്ല്, ഹരി വീണ്ടും നിർബന്ധിച്ചു. രവി കണ്ണുകളടച്ച് നിശബ്ദനായിരുന്നു. കുറെ പറഞ്ഞു തീർന്നപ്പോൾ മനസ്സിനൽപ്പം ഭാരം കുറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. ഹരി മുറിയിലേക്ക് പോയി. ഹിമ ഉറങ്ങുന്നത് അയാൾ കണ്ടു. വാതിലടച്ചിട്ട് ആശ്വാസത്തോടെ അയാൾ അരികിൽ വന്ന് കിടന്നു. ഹിമ ഉറക്കം നടിച്ചു കിടന്നു. രവിയേട്ടനിൽ നിന്ന് കേട്ടതൊക്കെ ഹരി തന്നോട് പറയും വരെ ഒന്നും അറിഞ്ഞതായി ഭാവിക്കില്ലെന്ന് അവൾ ഉറച്ചു. ഹരിക്ക് തന്നിൽ നിന്ന് ഈ കുടുംബ പുരാണം ഒളിച്ചു വയ്ക്കാൻ കഴിയുമോ എന്നറിയണമല്ലോ. ഹരിക്ക് തന്നോടുള്ള വിശ്വാസവും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സേതുലക്ഷ്മിയെ ഓർത്തപ്പോൾ വ്യസനമാണ് തോന്നിയത്. അവളെ കണ്ടപ്പോൾ മരുമകളായി കിട്ടണമെന്ന് അമ്മ ആശിച്ചിട്ടുണ്ടാവും. രവിയേട്ടൻ ആഗ്രഹിക്കുന്ന സ്വർണം നൽകാൻ പിഷാരടിക്ക് കഴിയില്ലെന്നറിഞ്ഞപ്പോൾ 100 പവൻ അമ്മ കൊടുത്തു. രവിയേട്ടൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനൊരു ബന്ധത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അമ്മയുടെ ഭാഗത്താണ് തെറ്റ്. ഹരി ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഹിമ അറിഞ്ഞു. രാവിലെ ഹിമ അടുക്കളയിൽ ചെന്നപ്പോൾ സേതുലക്ഷ്മി നിൽപ്പുണ്ട്. കുളി കഴിഞ്ഞ് തലമുടി തോർത്തിൽ കെട്ടിവച്ചിരിക്കുന്നു. ഹിമയെ നോക്കി വിളറിയ ചിരിയോടെ അവൾ നിന്നു. ഹിമയ്ക്ക് സഹതാപം തോന്നി. എന്തേ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല, അവൾ മുഖം കുനിച്ചു. സേതുലക്ഷ്മിയുടെ വലതു കവിളിൽ നീല നിറത്തിൽ പതിഞ്ഞു കിടന്ന വിരൽപ്പാടുകൾ കണ്ടപ്പോൾ ഹിമയുടെ മനസ്സ് ചുട്ടുപൊള്ളി. എന്തേ കവിളിലൊരു നീല നിറം? ഒന്നും അറിയാത്ത മട്ടിൽ ഹിമ ചോദിച്ചു. സേതുലക്ഷ്മി പതറി. അത് ഓ,
വളയുടെ പാടാവും. കൈത്തണ്ട മടക്കി വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറ്. അവൾ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ഫ്ലാസ്കും കപ്പുകളും എടുത്ത് ഹിമയ്ക്കരികിൽ കൊണ്ടുവച്ചിട്ട് വേഗം പിന്തിരിഞ്ഞു. ഹിമ ചായക്കപ്പുമായി ഹരിയുടെ അടുത്തേക്ക് നടന്നു. ചായ കൊടുത്തിട്ട് ഹിമ ഭർത്താവിൻ്റെ അരികിലിരുന്നു. സേതുവിൻ്റെ മുഖം കരഞ്ഞു വീർത്തിട്ടുണ്ട്. കവിളിൽ നീലിച്ച പാടുമുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ വളയുടെ പാട് വീണതാന്ന് പറഞ്ഞു. കണ്ടിട്ട് അതൊന്നുമല്ല. പിന്നെന്താ? ഹരി ലാഘവത്തോടെ ചായ ഊതി കുടിച്ചു. രവിയേട്ടൻ ഉപദ്രവിച്ചോന്നാ എൻ്റെ സംശയം. ഉപദ്രവിക്കാനോ? എന്തിന്? അയാൾ അത്ഭുതം പ്രകടിപ്പിച്ചു. തന്നെ ഒളിപ്പിക്കാനാണ് ഹരിയുടെ ശ്രമമെന്ന് ഹിമയ്ക്ക് മനസ്സിലായി. അവളുടെ മനസ്സ് നൊമ്പരപ്പെട്ടു. ഞാൻ വെറുതെ ഊഹിച്ചു പറഞ്ഞതാ. സമയം 7:30 ഹരി ധൃതി പിടിച്ചെഴുന്നേറ്റു. ഹിമ കപ്പ് വാങ്ങിയിട്ട് പുറത്തേക്ക് നടന്നു. അവൾക്ക് കഠിനമായ ഈർഷ്യ ഹരിയോട് തോന്നി. എല്ലാം പരസ്പരം തുറന്നു പറയുന്നതല്ലേ എപ്പോഴും നല്ലത്. ഹരിയുടെ മനസ്സിൽ തനിക്കിതുവരെയും ഒരിടം കിട്ടിയിട്ടില്ലെന്ന അറിവ് ഹിമയെ വേദനിപ്പിച്ചു. മാനേജർ കുമാർ ക്യാബിന്റെ ചില്ലുവാതിൽ തുറന്ന് അകത്ത് വന്നപ്പോൾ സെൽഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മുകേഷ് ഇരിക്കാൻ ആംഗ്യം കാട്ടി. സംഭാഷണം അവസാനിപ്പിച്ച് അയാൾ കുമാറിന്റെ നേരെ തിരിഞ്ഞു. രവി വന്നോ? ഇല്ല. അവനിപ്പോൾ മനസ്സമാധാനം നശിച്ച മട്ടില്ല. മുകേഷ് പിന്നിലേക്ക് ചാരിയിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഈ ഷോക്ക് കൂടിയാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, കള്ളച്ചിരിയോടെ കുമാർ പറഞ്ഞു. ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചാണ് കമ്പനി ഈ നിലയിൽ എത്തിച്ചത്. ഇന്നലെ വന്ന രവി മുഴുവൻ ലാഭത്തിനും പങ്കാളിയാകാൻ പാടുണ്ടോ? ഓടിക്കാതെ വളയ്ക്കണം. അതാ എൻ്റെ പോളിസി. ഡ്രാഫ്റ്റ് 2 തവണയായി അയക്കാൻ ഫാക്സ് കൊടുത്തിട്ടുണ്ട്. ഗുഡ്. ഞാൻ പോയിട്ട് രവിയെ കാര്യങ്ങൾ ധരിപ്പിച്ചാൽ മതി, മുകേഷ് ഓർമ്മിപ്പിച്ചു. 12 മണിക്കാണ് രവി വന്നത്. അയാൾ വന്നു കയറിയ ഉടനെ കുമാർ ഒരു പേപ്പറുമായി ഓടിക്കിതച്ചെത്തി. രവി പേപ്പർ വാങ്ങി നോക്കി. ശിരസിൽ അടിയേറ്റ മട്ടിൽ അയാൾ തരിച്ചിരുന്നു പോയി കുറേ നേരം. കയറ്റി അയച്ച ചരക്ക് പകുതിയും നിരസിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സമയദോഷം അല്ലാതെന്താ? കുമാർ പരിതപിച്ചു. രവി ശിരസിലൂടെ വിരൽ കടത്തി തലമുടി പിഞ്ഞിക്കൊണ്ടിരുന്നു. നഷ്ടം എത്ര വരും? നേർ പകുതി കിട്ടും. രവിയുടെ ശരീരം അടിമുടി വിറച്ചു. അയാൾ മൊബൈൽ എടുത്തപ്പോൾ കുമാർ മുറിവിട്ടു. എത്ര ശ്രമിച്ചിട്ടും രവിക്ക് മുകേഷിനെ കിട്ടിയില്ല. കുമാർ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണെന്ന് രവിക്ക് തോന്നി. സമയദോഷം തന്നെ, മുകേഷിന്റെ അല്ല, തൻ്റെ. ഭ്രാന്തെടുക്കുന്നത് പോലെ രവിക്ക് തോന്നി. മുകേഷ് ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. ഊണ് വിളമ്പിയെന്ന് മോഹിനി അറിയിച്ചപ്പോൾ അയാൾ ഡൈനിങ് റൂമിൽ വന്നു. മുകേഷ് ഊണ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മോഹിനി അടുത്തിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ചിന്തിച്ചോ? അവൾ ചോദിച്ചു. നിന്റെ വിവാഹം കഴിയാതെ ഞാനൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കുക കൂടിയില്ല. നമ്മൾ രണ്ടാളും ഇതുതന്നെ പറഞ്ഞ് പിരിയുകയും ചെയ്യും, മുകേഷ് ചിരിച്ചു. എനിക്കൊരു വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനുള്ള എന്ത് യോഗ്യതയാ ഉള്ളത്? ഡിവോഴ്സായ ഒരാളെ കണ്ടെത്തണം, അതല്ലേ ആശിക്കാൻ കഴിയൂ? അവൾ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് ചെറുതായി നിരക്കിക്കൊണ്ടിരുന്നു. മുകേഷ് കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു. രവിയുടെ ജീവിതം തകർച്ചയിലേക്കാ നീങ്ങുന്നത്. അവൻ ആളൊരു ശുദ്ധന. മോഹിനിയുടെ മുഖത്തെ മിന്നലാട്ടം മുകേഷ് ശ്രദ്ധിച്ചു. രവിയെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? രവിയെപ്പറ്റി ഞാൻ എങ്ങനെയുള്ള അഭിപ്രായമാണ് പറയേണ്ടത്? അവൾ തിരിച്ചു ചോദിച്ചു. ടോട്ടലി. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്. അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. അന്നേരം അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന മട്ടില അവൻ്റെ ദാമ്പത്യ ജീവിതം. സ്വർണത്തിൻ്റെ കഥ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇനി അധികകാലം ആ ബന്ധം നീണ്ടു പോകില്ല, മുകേഷ് തീർത്തു പറഞ്ഞു. അയാളുടെ പ്ലേറ്റിലേക്ക് വറുത്ത മീൻ കഷ്ണങ്ങൾ ഇട്ട ശേഷം മോഹിനി ഉള്ളിലെ ആശങ്ക പുറത്തെടുത്തു. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്ന് വെച്ച് അത് ഡൈവേഴ്സ് ആകണമെന്നില്ല. അതുണ്ടാവും, ഷുവർ. അവളുടെ മുറച്ചെറുക്കൻ്റെ വരവോടെ അതിനുള്ള വിത്ത് വീണ് കഴിഞ്ഞു. അവൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ ആ ബന്ധം തകർക്കുകയാണ്. മുകേഷ് പറയുന്നത് സത്യമായി തീരാൻ അവൾ ഉള്ളുകൊണ്ട് കൊതിച്ചു. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഹിമ നല്ല ഉറക്കത്തിലായിരുന്നു. എപ്പോഴോ അവൾ ഹരിക്ക് നേരെ തിരിഞ്ഞു. ഉറക്കത്തിൽ വലതു കൈ നീട്ടി അയാളെ ചുറ്റാൻ ശ്രമിച്ചു. കിടക്ക ശൂന്യമാണെന്നറിഞ്ഞ നിമിഷം
അവൾ ഉണർന്നു. ഹരി അരികിലുണ്ടായിരുന്നില്ല. അവൾ ബെഡ്റൂം ലാമ്പ് തെളിച്ചിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽക്കൽ വന്നപ്പോൾ പൂമുഖത്ത് അടക്കിപ്പിടിച്ച് സംസാരം കേൾക്കുന്നു. വാതിൽക്കൽ വന്ന് അവൾ ചെവി കൂർപ്പിച്ചു. രവിയേട്ടൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല. ഹരിയുടെ വേദന നിറഞ്ഞ സ്വരം ഹിമ കേട്ടു. എല്ലാവരും കൂടി സ്വർണം ഞങ്ങളെ അടിച്ചേൽപ്പിച്ചു. ഹരിസാറിനെങ്കിലും അമ്മയെ പിന്തിരിപ്പിക്കാമായിരുന്നു. സേതുലക്ഷ്മി തേങ്ങിക്കരഞ്ഞു. ഹിമ വല്ലാതെ പകച്ചുപോയി. ഹരി കൂടി അറിഞ്ഞിട്ടായിരുന്നോ ഈ നാടകമൊക്കെ അരങ്ങേറിയത്? അപ്പോ രവിയേട്ടനെ ഈ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു. കരുണൻ രവിയേട്ടനെ കാണാമെന്നത് ഞാൻ അറിഞ്ഞു. അയാളുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണാൽ മതി, രവിയേട്ടൻ പിന്നെ മുമ്പും പിമ്പും നോക്കില്ല. ഹരിയുടെ ഭീതി നിറഞ്ഞ സ്വരം ഹിമയെ നടുക്കിക്കളഞ്ഞു. ഇനിയും സേതുലക്ഷ്മിക്ക് രവിയേട്ടൻ അറിയാത്ത രഹസ്യങ്ങളോ? അതറിയാത്തവരായി താനും രവിയേട്ടനും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അപ്പോ ഹരിയുടെ സ്വരം കേട്ടു. നിന്റെ ജീവിതമോർത്ത് ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് എതിർപ്പ് പറയാനോ വിലക്കാനോ കഴിയാതെ പോയി. നിന്നെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നത് അമ്മയുടെ ദൃഢനിശ്ചയമായിരുന്നു. ആ സംസാരത്തിൻ്റെ പൊരുൾ എന്തെന്ന് ഹിമയ്ക്ക് വ്യക്തമായില്ല. സേതുലക്ഷ്മിയുടെ കാര്യത്തിൽ ഹരിക്കെന്തോ കാര്യമായ റോളുണ്ടെന്ന് ബോധ്യമായി. സേതു ഇവിടെ തനിച്ചിരിക്കണ്ട, മുറിയിലേക്ക് ചെല്ല്. എനിക്കൊരു സമാധാനമില്ല. കുടിച്ച് ലെക്ക് കെട്ടാ കാർ ഓടിക്കണേ, അവൾ ഭയത്തോടെ പറഞ്ഞു. അപ്പോൾ ഗേറ്റിൽ വെളിച്ചം വീണു. ആ വരുന്നുണ്ട്. ഹരി തിടുക്കത്തിൽ അവിടെ നിന്ന് പോയി. ഹിമ ബെഡ്റൂം ലാമ്പ് അണച്ചിട്ട് കിടക്കയിൽ വീണു. രവി കാറിനുള്ളിൽ കുറച്ചുനേരം ഇരുന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അയാൾ കുറെ ശ്രദ്ധിച്ചു. അയാൾ വേച്ചു വേച്ച് മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ഗ്ലാസ് മോരുമായി സേതുലക്ഷ്മി ഓടിയെത്തി. എന്താടി ഇത്? അയാൾ അട്ടഹസിച്ചു. രവിയേട്ടൻ ഇത് കുടിക്കുക. അവൾ അടുത്തേക്ക് ചെന്നു. ഛേ! അയാൾ ഗ്ലാസ് തട്ടിയെറിഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ ഗ്ലാസ് നിലത്ത് വീണ് വലിയൊരൊച്ചയുണ്ടാക്കി. എന്റെ ലഹരി ഇറക്കാനാണോടി നിന്റെ ശ്രമം? എല്ലാം മറന്നൊന്ന് ഉറങ്ങാനാ ഞാൻ വന്നത്. വന്നു നിൽക്കുന്നു ശവം. രവിയേട്ടാ, ചുവരിൽ ചാരി നിന്ന് അവൾ കേണു. ഇന്ന് കമ്പനിക്ക് വന്ന നഷ്ടം ലക്ഷങ്ങളുടേതാ. നിന്നെ കെട്ടിയെടുത്ത നിമിഷം മുതൽ ഞാൻ നശിച്ചു തുടങ്ങിയടി. രവി ശിരസിൽ പലതവണ തല്ലിയിട്ട് കട്ടിലിൽ ചെന്നിരുന്നു. അയാളുടെ ഉള്ളിൽ കിടന്ന നൈരാശ്യം ഉണർന്നെഴുന്നേറ്റു. രവിയുടെ കുഞ്ഞിനെ കാണാൻ കൊതിച്ചൊരു അമ്മ കഴിയുന്നുണ്ട്. ഒരമ്മയാകാനുള്ള ഭാഗ്യം ഈശ്വരൻ നിനക്ക് തരില്ലടി. അത്രയ്ക്ക് കുടിലതയാണ് നിന്റെ മനസ്സിൽ. ശാപവാക്കുകൾ അവളുടെ ഹൃദയം നുറുക്കിക്കളഞ്ഞു. എന്നെ ചതിച്ചുകൊണ്ടാരും സുഖമായി കഴിയില്ല. രവി കട്ടിലിലേക്ക് മറിഞ്ഞു. കുറെ നേരത്തെ പിറുപിറുക്കലുകൾക്ക് ശേഷം അയാൾ ഉറക്കമായി. സേതുലക്ഷ്മി വിതുമ്പിക്കരഞ്ഞുപോയി. ശാപം കിട്ടിയ ജന്മം തന്നെയാണ് തൻ്റേത്. രവിയേട്ടൻ്റെ എല്ലാ കുത്തുവാക്കുകളും സഹിക്കാം, പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യമില്ലെന്ന് വന്നാൽ ഈശ്വര, രവിയേട്ടൻ എങ്ങനെ ശപിക്കാൻ തോന്നി? പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.